ഓം ശ്രീ വിഷ്ണുമായേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭൂതലത്തിൽ നന്മ നിറയ്ക്കാൻ അവതരിച്ച പരമേശ്വര പുത്രനാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമി. മനം നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തി നേരമൊട്ടും വൈകാതെ വിഷ്ണുമായ സ്വാമി ഭക്തരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നു. നമസ്കാരം. ഞാൻ പൂയണി ദേവസ്ഥാനം മഠാധിപതി പ്രഭാത് സ്വാമി. ശിവന് കൂളിവാകയിൽ മോഹം തോന്നി കാനനകന്യയായ കൂളിവാകയിൽ വേട്ടയ്ക്ക് ശിവൻ ഇറങ്ങിയപ്പോൾ കൂളിവാകയിൽ മോഹിതനായി ആ കൂളിവാകയുടെ രൂപത്തിൽ പാർവതി ചെന്ന് ശിവനുമായിട്ട് സംഗമിച്ചുണ്ടായ സന്താനമാണ് വിഷ്ണുമായും ചാത്തന്മാരും. സത്യധർമ്മങ്ങൾക്ക് എന്നും കാവലായി നിലകൊള്ളുന്ന പരമ തേജസ്സാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമി. വിഷ്ണുമായയുടെ ശക്തി ചൈതന്യത്താൽ അനുഗ്രഹീതമായ സന്നിധിയാണ് പൂയണി ദേവസ്ഥാനം. ജനങ്ങളുടെ കാര്യസാധ്യങ്ങളൊക്കെ നേടിയെടുത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായപ്പോൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെ, ഒരു കൂട്ടം ഭക്തരുടെയും ആവശ്യപ്രകാരം തന്നെയാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. ഇത് പൂയണി ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രം. ലക്ഷ്മി സമേതനായ ശ്രീവിഷ്ണുമായ സ്വാമിയുടെ ഒരേ ഒരു ക്ഷേത്രമാണ്. തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് പടിഞ്ഞാറു ഭാഗത്ത് മാള ഗ്രാമപഞ്ചായത്തിലെ അഷ്ടമിച്ചിറ മാരേക്കാട്ട് ദേശത്താണ് പൂയണി ദേവസ്ഥാനം പുണ്യം ചൊരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നത്. പൂയണി ക്ഷേത്രത്തിൽ ക്ഷേത്രാധികാരം നിക്ഷിപ്തമായ ഈ കുടുംബത്തിനും ഭക്തിപ്രധാനമായ ഒരു ചരിത്രമുണ്ട്. 7 or 8 തലമുറ മുമ്പ് വിഷ്ണുമായ സ്വാമിയെ വെച്ചാരാധിച്ചിരുന്ന ഒരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഒരു ബ്രാഹ്മണ യുവതി സ്വന്തം കുടുംബത്തിൽ ആരാധിച്ചിരുന്ന കുലദേവതയെ കൂടെ കൊണ്ടുവരികയുണ്ടായി. 7 തലമുറകളായി കൈമാറിക്കിട്ടിയ സിദ്ധിയും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയ സ്വാമിയുടെ അനുഗ്രഹത്താൽ ആയിരക്കണക്കിന് ആളുകളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കി ആശ്വാസമേകുന്നു. ഇന്നത്തെ തലമുറയുടെ മുതുമുത്തശ്ശിയായിരുന്ന അവർ ഭർതൃസവിധത്തിൽ നിന്നും മാന്ത്രിക സിദ്ധികൾ സ്വായത്തമാക്കുകയും പൂജാതി കർമ്മങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു. അങ്ങനെ ഈ തറവാട്ടിൽ നിലവിൽ കുടിയിരുന്ന വിഷ്ണുമായ സ്വാമിയോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി ആരാധിച്ചു പോന്നു. കാലാന്തരെ ഈ 2 ചൈതന്യങ്ങളും കൂടിച്ചേർന്ന് അഷ്ടലക്ഷ്മി സമേതനായ വിഷ്ണുമായ ചാത്തൻ സ്വാമിയായി മാറുകയായിരുന്നു.